മക്കൾക്ക് വേണ്ടി രഹ്ന നവാസ് പുതിയ ജീവിതത്തിലേക്ക്. മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടിയും നടൻ നവാസിന്റെ ഭാര്യയുമായ രഹ്ന നവാസ് തന്റെ മക്കൾക്ക് വേണ്ടി എടുത്ത പുതിയ തീരുമാനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നടി രഹ്ന നവാസിന്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്. മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരജോഡികളായിരുന്നു സിനിമാ താരങ്ങളായ നവാസും ഭാര്യ രഹ്നയും. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ഈ താരദമ്പതികളുടെ വിശേഷങ്ങൾ എല്ലാ ആരാധകരും ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് നവാസ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. തീർത്തും അപ്രതീക്ഷിതമായ ഒരു വിയോഗം തന്നെയായിരുന്നു അത്. കാരണം മറ്റൊരു അസുഖങ്ങളും ഇല്ലാതിരുന്ന നവാസിന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നതായിരുന്നു കാരണം. ഹൃദയാഘാതമായിരുന്നു സംഭവിച്ചത്. തീർത്തും അപ്രതീക്ഷിതമായ ഒരു വിയോഗം തന്നെയായിരുന്നു കലാഭവൻ നവാസിൻ്റെത്. വളരെ കടുത്ത മാനസിക പ്രയാസങ്ങളിലൂടെയായിരുന്നു രഹ്ന നവാസും ആ സമയത്ത് കടന്നുപോയത്. തങ്ങളുടെ ഉപ്പയെക്കുറിച്ചുള്ള ഓരോ ഓർമ്മകളും മക്കൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവരുടെ കുടുംബത്തിൽ നിന്നും ഒരു വലിയ സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. നടി സംയുക്ത വർമ്മ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് മുതലാണ് ഈ വാർത്ത എല്ലാവരിലേക്കും എത്തിയത്. ഇതിന് പിന്നാലെ നിരവധി പേരാണ് രഹ്നയ്ക്ക് ആശംസകളുമായി എത്തിയത്. തൻ്റെ മക്കളുടെ ഭാവിയെ മുൻനിർത്തി ഒരു വലിയ തീരുമാനമാണ് രഹ്ന നവാസ് എടുത്തിരിക്കുന്നത്. പുതിയ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഈ തീരുമാനത്തിന് പിന്നിൽ ഒരു അമ്മയായി തൻ്റെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉറപ്പാക്കണമെന്ന ആഗ്രഹമാണ്. 10 ദിവസത്തോളം ദൈർഘ്യമുള്ള ഹാൻഡ് എംബ്രോയിഡിംഗ് ക്ലാസ്സസ് ആരംഭിക്കുകയാണ് രഹ്ന ഡിസൈനിങ് എന്നാണ് ഈ പദ്ധതിക്ക് അവർ പേര് നൽകിയിരിക്കുന്നത്. 14 വയസ്സിന് മുകളിലുള്ളവർക്കും കുട്ടികൾക്കും വേണ്ടിയാണ് അവർ ഈ ക്ലാസ് തുടങ്ങുന്നത്. 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സായിരിക്കും ഇത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഓരോന്നും പഠിപ്പിച്ചു നൽകുക. മാത്രമല്ല കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ ഒരു വെക്കേഷൻ സമയത്ത് എൻഗേജിംഗ് ആയിരിക്കാൻ ഈ പദ്ധതി ഉപകാരപ്പെട്ടേക്കാം. എന്തായാലും ഒരു ചാറ്റ് ഗ്രൂപ്പ് കൂടി രഹ്നാസ് ഡിസൈനിങ്ങിന്റെ ഭാഗമായി ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സമയം കണ്ടെത്താൻ വേണ്ടിയായിട്ടുള്ള ഒരു അവസരം കൂടിയായിരിക്കും. മാത്രമല്ല 10 ദിവസം മാത്രം ദൈർഘ്യമുള്ള ഹാൻഡ് എംബ്രോയിഡിംഗ് ക്ലാസ്സുകളാണ് ഇപ്പോൾ രഹ്ന ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ സന്തോഷ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയായാലും രഹ്നയ്ക്ക് പുതിയൊരു മാറ്റം ആവശ്യമാണെന്നാണ് ആരാധകരും പറയുന്നത്. നവാസിന്റെ മരണത്തിന് ശേഷം രഹ്നയെ പൊതുവേദികളിലൊന്നും ആരാധകർ കണ്ടിട്ടേയില്ല. കലാഭവൻ നവാസ് അവസാനമായി അഭിനയിച്ച പ്രകമ്പനം എന്ന സിനിമ പുറത്തിറങ്ങിയ സമയത്ത് രഹ്നയും മക്കളും സിനിമ കാണാനെത്തിയിരുന്നു. അന്നായിരുന്നു നവാസിന്റെ മരണത്തിന് ശേഷം രഹ്നയെ ആരാധകർ കണ്ടത്. അന്നെല്ലാം വളരെ കടുത്ത വിഷാദത്തിന് അടിമപ്പെട്ടിരിക്കുകയായിരുന്നു രഹ്ന. ഇപ്പോൾ അതിൽ നിന്നെല്ലാം അതിജീവിച്ച് തൻ്റെ മക്കൾക്ക് വേണ്ടി പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് രഹ്ന. അതിൽ എല്ലാ ആരാധകർക്കും സന്തോഷമുണ്ടെന്നാണ് രഹ്നയ്ക്ക് വരുന്ന പോസ്റ്റുകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. മക്കൾക്ക് വേണ്ടി ധൈര്യത്തോടെ മുന്നോട്ട് പോകൂ. ഇനിയും ജീവിച്ചല്ലേ മതിയാകൂ. ഇനി സങ്കടങ്ങളെല്ലാം മറക്കണം. അതെല്ലാം മറന്ന് മക്കൾക്ക് വേണ്ടി ജീവിക്കണം. ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം എൻഗേജ്ഡ് ആകുമ്പോൾ തന്നെ മനസ്സ് ശാന്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ധൈര്യമായി മുന്നോട്ട് പോകൂ. ഞങ്ങളെല്ലാം കൂടെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് രഹ്ന നവാസിനെ സപ്പോർട്ട് ചെയ്യാനായി എത്തിയിട്ടുള്ളത്. നിരവധി പേർ രഹ്നയ്ക്ക് ആശംസകളുമായി എത്തുകയും ചെയ്തു. ഒരു അമ്മയുടെ സ്നേഹം എത്ര ശക്തമാണെന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് ഈ തീരുമാനം. ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും മക്കൾക്കായി മുന്നോട്ട് പോകുന്ന അമ്മമാർക്ക് ഇതൊരു പ്രചോദനമാണ്.